നമുക്കറിയാം ഭയങ്കര ഡിമാൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കോസ്മെറ്റിക്സ് എന്ന് പറയുന്ന സംഭവം. അത്രയധികം ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കോസ്മെറ്റിക്സും സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ. ഈ സ്കിൻ കെയർ റൊട്ടീനും സ്കിൻ സൈക്ലിങ്ങും നമ്മൾ യൂസ് ചെയ്യുന്ന കോസ്മെറ്റിക് അല്ലെങ്കിൽ ബ്യൂട്ടി പ്രോഡക്ട്സ് ഇതൊക്കെ കുഞ്ഞു കുട്ടികൾക്ക് വരെ അറിയാം. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അറിയാമെന്നുള്ളത് അതിനൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുന്നത് ഒരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിലർക്ക് മാത്രമേ ചിലപ്പോൾ അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുള്ളൂ. നമ്മൾ ഡെയിലി പ്രോഡക്ട്സ് നമ്മൾ ഷാമ്പൂ ആണെങ്കിലും ഷാമ്പോ ജെൽ ആണെങ്കിലും അല്ലെങ്കിൽ സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണെങ്കിലും വെറുതെ യൂസ് ചെയ്യുന്നു, അത് ത്രോ ചെയ്യുന്നു. അല്ലാതെ നമ്മളത് ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ മേടിക്കുന്നത് തന്നെ. അല്ലാതെ നമ്മൾ തന്നെ നോക്കി അതിന് ഇൻഗ്രീഡിയൻസ് ഇന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനകത്ത് ഈ മോയ്സ്ചറൈസർ എടുക്കുകയാണെങ്കിൽ തന്നെ അതിനകത്ത് ഹ്യൂമക്റ്റൻ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹൈഡ്രേറ്റിംഗ് ആയിട്ടൊരു എലമെൻറ്റ്, അതല്ലെങ്കിൽ അതിനകത്തൊരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടാവും, കുറച്ച് പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ ഫോർമുലേറ്റ് ചെയ്യാനും ഇതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളും ഇതെല്ലാം ലാബിൽ വർക്ക് ചെയ്ത് ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ ഒരു ഇഷ്ടം ആണ് എന്നെ കോസ്മെറ്റിക് സയൻസ് എടുക്കാനും അത് പഠിക്കാനും